നീറ്റ് എക്സാമിനേഷന് വിളിച്ചിട്ടുണ്ട്. നീറ്റ് എക്സാമിനേഷൻ വെറും MBBS BDS പ്രവേശനത്തിന് മാത്രമുള്ളതാണോ? അല്ല. വെറും MBBS BDS മാത്രമല്ല, ഒരുപാട് ഡയമെൻഷനിൽ ഒരുപാട് റേഞ്ചിൽ സാധ്യതയുള്ള ഒരു ദേശീയ പ്രവേശന പരീക്ഷയാണ് നീറ്റ്. നോക്ക്, അഖിലേന്ത്യാ തലത്തിൽ 400-ലധികം കോളേജുകൾ, സംസ്ഥാനതല, ദേശീയതല, യൂണിവേഴ്സിറ്റി തല മെഡിക്കൽ കോളേജുകളിലെ MBBS BDS സീറ്റുകളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നീറ്റ് എഴുതണം. അത് എഴുതിയാൽ മാത്രം പോരാ, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ദേശീയ തലത്തിൽ നടത്തുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ പങ്കെടുക്കുകയും വേണം. അതിന് വേറെ തന്നെ രജിസ്റ്റർ ചെയ്യണം. രണ്ടാമത്തേത്, കേരളത്തിൽ MBBS BDS യുനാനി, സിദ്ധ, ഹോമിയോ, ആയുർവേദ പോലുള്ള മെഡിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടാൻ നീറ്റ് മസ്റ്റാണ്. നീറ്റ് എഴുതി റാങ്ക് വന്നാൽ മാത്രം പോരാ, കേരള കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കണം. ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കണമെങ്കിൽ കേരള റാങ്ക് ലിസ്റ്റിൽ വരണം. കേരള റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നതോടൊപ്പം തന്നെ, അത് അപേക്ഷിച്ച് എഴുതുന്നതോടൊപ്പം തന്നെ കീമിൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നീറ്റ് റാങ്കും സ്കോറും വന്നതിന് ശേഷം അത് കേരളത്തിൻ്റെ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ കീമിൻ്റെ സൈറ്റിൽ സബ്മിറ്റ് ചെയ്ത് കേരള റാങ്കാക്കി മാറ്റണം. ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുകയും വേണം. മെഡിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ മാത്രമല്ല, അലൈഡ് കോഴ്സുകൾ, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി, ഇത് കേരളത്തിൽ സംസ്ഥാനതല കോട്ട സീറ്റുകളിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ നീറ്റ് റാങ്കാണ്. ആ റാങ്ക് കൺവേർട്ട് ചെയ്ത് കേരള റാങ്കാക്കി മാറ്റണം. അത് മാത്രമല്ല, ബയോടെക്നോളജി പോലുള്ള കോഴ്സുകൾ, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളിലൊക്കെ ഈ പ്രവേശനത്തിന് നീറ്റ് റാങ്കാണ് പരിഗണിക്കുന്നത്. ദെൻ അതോടൊപ്പം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് AFMC, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലുള്ള മെഡിക്കൽ സീറ്റിന് പ്രവേശനം കിട്ടണമെങ്കിൽ നീറ്റ് റാങ്കിൽ വരണം. MCC രജിസ്റ്റർ ചെയ്യുമ്പോൾ, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ AFMC പ്രത്യേകം കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തണം. ആ രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രം പോരാ, അത് കഴിഞ്ഞ് AFMC നടത്തുന്ന പ്രത്യേക ടോളർ എന്ന എക്സാമിനേഷൻ ക്യാമ്പസിൽ അപ്പിയർ ചെയ്യുകയും പ്ലസ് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യണം. ഇത് കഴിഞ്ഞാൽ സെലക്റ്റഡായി നമുക്ക് AFMCയിൽ ജോയിൻ ചെയ്യാം. നാലാമത്തത് മിലിറ്ററി നഴ്സിംഗ് എന്നൊരു പ്രോസസ്സ്, അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നുണ്ട്. BSc നഴ്സിംഗ് മിലിറ്ററി നഴ്സിംഗ് കോളേജിൽ പഠിക്കാൻ അതിന് നീറ്റ് റാങ്കാണ് പ്രവേശനത്തിന് പരിഗണിക്കുന്നത്. പുറമെ ലോജിക്കൽ റീസണിങ് ടെസ്റ്റുകളും ഫിറ്റ്നസ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നഴ്സിംഗ് പഠിക്കാം ദേശീയ തലത്തിൽ മിലിറ്ററി നഴ്സിംഗ് കോളേജിൽ. നാലാമത്തത് അതാണ്. അഞ്ചാമത്തത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ തലത്തിൽ നീക്കി വെച്ചിരിക്കുന്ന അഖിലേന്ത്യാ കോട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് വെറ്റിനറി കൗൺസിലിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ദെൻ നീറ്റ് റാങ്ക് അതിൽ സബ്മിറ്റ് ചെയ്ത് ആ റാങ്ക് നീറ്റ് വെറ്റിനറി റാങ്കായിട്ട് കൺവേർട്ട് ചെയ്ത് ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് വേറെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ദെൻ അതിന് പുറമെ നമ്മൾ ജിപ്മർ, ദേശീയ തലത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്, പോണ്ടിച്ചേരിയിലാണ്. അവരുടെ പാരാമെഡിക്കൽ കോഴ്സുകൾ 13-ലധികം കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടാൻ നീറ്റ് റാങ്കാണ് പരിഗണിക്കുന്നത്. നീറ്റ് റാങ്ക് വന്നതിന് ശേഷം ജിപ്മർ പെർട്ടിക്കുലറായിട്ട് പ്രത്യേകം തന്നെ ആപ്ലിക്കേഷൻ വിളിക്കും. അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ദെൻ നമ്മുടെ സ്കോറ് പ്രവേശിപ്പിക്കേണ്ടതുണ്ട്, സമർപ്പിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവേശനം കിട്ടും. ഇതിനൊക്കെ പുറമെ ഈ അടുത്ത് വന്നൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമുകളിൽ പെർട്ടിക്കുലർലി റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള പ്രോഗ്രാമുകളും അനുബന്ധ കുറേ പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ കമ്മീഷൻ, പ്രത്യേകിച്ച് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഒരു നാഷണൽ കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം നീറ്റ് സ്കോറിലൂടെയാണ് പ്രവേശനം ഇത്തരം കോഴ്സുകൾക്ക് നേടേണ്ടത് എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ വിളിച്ചപ്പോൾ BPT ഫിസിയോതെറാപ്പി കോഴ്സിന് നീറ്റ് സ്കോർ വേണം, റാങ്ക് വേണം എന്നുള്ളത് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഈ 7 തരം ഓപ്ഷൻസിന് നീറ്റ് പരിഗണിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ വെറും MBBS BDS മാത്രമല്ല നീറ്റിലൂടെ പ്രവേശനം കിട്ടുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, പലപ്പോഴും അശ്രദ്ധ കാണിച്ച് അവസരം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്ത് അതിൻ്റെ സ്കോറിൽ വന്നു, അതിൻ്റെ റാങ്കിൽ വന്ന് കൈകെട്ടിയിരുന്നാൽ മാത്രം പോരാ, അഡ്മിഷൻ കിട്ടില്ല. നിങ്ങൾ അതിനുശേഷം അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കണം. ഓൾ ഇന്ത്യക്ക് MCC വഴിയും കേരളത്തിൽ നേരത്തെ തന്നെ സമാന്തരമായി കീമിന് അപ്ലൈ ചെയ്ത് പ്രവേശന പരീക്ഷ എഴുതേണ്ടതില്ല. MBBS BDS അലൈഡ് സയൻസ് കോഴ്സുകളും കിട്ടാൻ
അതിന് ഈ നീറ്റ് റാങ്ക് തന്നെ മതി. പക്ഷേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, റാങ്ക് കൺവേർട്ട് ചെയ്യണം, ഇത്തരം പ്രൊസീജിയർ മറക്കാതെ ചെയ്യണം. വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് ആപ്ലിക്കേഷൻ വേറെ തന്നെ സബ്മിറ്റ് ചെയ്യണം. ഈ പറഞ്ഞ എല്ലാത്തിനും നീറ്റ് സ്കോറും റാങ്കും വന്നാൽ മാത്രം പോരാ, സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അനുബന്ധ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുകയും വേണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് വരാം. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ 3 ഘട്ടങ്ങളായിട്ടാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കൊരു മൊബൈൽ, അത് എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഇത്തരം കാര്യങ്ങൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഓരോ വിദ്യാർത്ഥിക്കും മൊബൈലും ഇമെയിലും ഇത് രണ്ടും ഫങ്ഷനിങ് ആണ്, വർക്കിംഗ് ആണ്, ചാലുവാണ് എന്നത് ഉറപ്പുവരുത്തണം. ലോഗിൻ ചെയ്ത് നോക്കുക, SMS വരുന്നുണ്ടോ മൊബൈലിൽ എന്നുള്ളത് നോക്കുക. ഇത് വെച്ചുകൊണ്ടാണ് ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത്. ദെൻ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ മൊബൈലും അതുപോലെ അതിൻ്റെ ഒരു OTP ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇമെയിലിൽ ഒരു OTP വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഒരു പാസ്വേഡ് ഉണ്ടാക്കണം. പാസ്വേഡ് പരമാവധി സൂക്ഷ്മത പാലിച്ച് പാസ്വേഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, മറക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി മറന്നാലും റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തായാലും റീസെറ്റ് ഓപ്ഷനിലേക്ക് കടക്കാതെ തന്നെ ഈ പ്രോസസ്സിൽ പങ്കെടുക്കുക. ദെൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷനിൽ നമ്മുടെ അക്കാഡമിക് പേഴ്സണൽ ദെൻ ഡീറ്റെയിൽസ് എല്ലാം ചേർക്കുക. അതോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റ് ആപ്ലിക്കേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ നീറ്റിലുള്ളൊരു കാര്യം, നീറ്റിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് നമ്മളുടെ ഫിംഗർ ഇംപ്രഷനാണ്. ഫിംഗർ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ 10 വിരലുകളുടെയും ഇംപ്രഷൻ ഒരു A4 ഷീറ്റിൽ പതിച്ച് അത് JPEG ഫയലായിട്ട് കൺവേർട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് മറക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മളുടെ ലൈവ് ഫോട്ടോ സബ്മിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്യുമെൻറ്റുകളുടെ കൂട്ടത്തിൽ ഫോട്ടോഗ്രാഫ്, റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്, ആ ഫോട്ടോഗ്രാഫ് തന്നെ ആയിരിക്കണം നമ്മൾ ഈ ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ ദെൻ അവിടെ ടെസ്റ്റ് സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടതും അതായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. ദെൻ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം 10th 12th സർട്ടിഫിക്കറ്റ് 12th കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ അതിൻ്റെ സ്കാൻഡ് കോപ്പീസ്, കാറ്റഗറി പ്രത്യേകിച്ച് NCL നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ അതൊക്കെ നേരത്തെ തന്നെ അതിൻ്റെ പ്രൊസീജിയറിൽ അത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഡോക്യുമെൻ്റ് സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധാരണപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. പ്രത്യേകിച്ച് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ മാറിപ്പോകരുത്. സ്റ്റേറ്റ് തലത്തിലുള്ളതും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസും ദേശീയ എഡ്യൂക്കേഷൻ പർപ്പസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി സർട്ടിഫിക്കറ്റ് അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. അത് വന്നില്ലെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ റിസർവേഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും പേപ്പർ ആൻഡ് പെൻസിൽ ടെസ്റ്റാണ്. ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ നിങ്ങൾക്കറിയാം. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതില്ല. നമ്മൾ സാധാരണ നിലക്ക് ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററുകൾ, പ്രത്യേകിച്ച് അക്ഷയ സെൻറ്ററുകളൊക്കെ സമീപിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരണപ്പിഴകളോ ബുദ്ധിമുട്ടുകളോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ കരിയർ ഗുരു ഓഫീസിൽ വന്ന് നിങ്ങൾക്കിത് സബ്മിറ്റ് ചെയ്യാം. പ്ലസ് കരിയർ ഗുരു ഇനി മുതൽ അങ്ങോട്ട് നീറ്റ് 2026, കീം 2026, വെറ്റിനറി കൗൺസിൽ, അഗ്രികൾച്ചർ പ്രത്യേകിച്ച് ഐക്കാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെഡിക്കൽ അലൈഡ് അനുബന്ധ പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പ്രത്യേക ഒരു വിങ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായി ചോയ്സ് എങ്ങനെ കൊടുക്കണം, കോളേജ് എങ്ങനെ കൊടുക്കണം, ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യും, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനും ഏതൊക്കെ സ്റ്റേറ്റ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഏതൊക്കെ അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കാനും പറ്റിക്കപ്പെടാതിരിക്കാനും കരിയർ ഗുരുവിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിനൊരു ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ വീഡിയോൻ്റെ താഴെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ടാവും. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാകുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നേരിട്ട് അഡ്മിനോട് ചോദിക്കുക. കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. മറക്കാതിരിക്കുക, May 3 എക്സാമിനേഷൻ. ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് March 8. പ്രത്യേകം ശ്രദ്ധിക്കുക, കൃത്യമായ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. Career Guru, molding your future.